കേരളം എന്ന മലയാളിയുടെ ജന്മനാട് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രകൃതിരമണീയമായ നാടുകളിലൊന്നാണ്. 11 കിലോമീറ്റർ മുതൽ 121 കിലോമീറ്റർ വരെ വീതിയും 580 കിലോമീറ്റർ നീളമുള്ള ഒരു കൊച്ചു പ്രദേശം. കേരളം എല്ലാ രീതിയിലും പ്രകൃതിരമണീയമാണ് എന്ന് പറയുവാനുള്ള കാരണം, ഒരു വശത്ത് മലനിരകളും മറുവശത്ത് കടൽപ്പരപ്പും ഒരുപോലെ തൊട്ടനുഗ്രഹിച്ചിട്ടുള്ള ഒരു നാടായതിനാണ്. ഈ നാട്ടിൽ അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രമേ നമുക്ക് വ്യവസായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ തികച്ചും ആശങ്ക ഉളവാക്കുന്നവയാണ്. കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന സമുദ്രത്തിൽ 5 ഇടങ്ങളിലായി വലിയ തോതിൽ മണൽ ഖനനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രവൃത്തികൾ ഉടനടി ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേരളീയരെ ആകമാനം ആശങ്കപ്പെടുത്തുന്നു. കാരണം കേരളത്തിൽ ഇന്ന് കൊല്ലം പരപ്പ് പ്രദേശത്താണ് ഈ വരുന്ന ദിവസങ്ങളിൽ മണൽ ഖനനം ആരംഭിക്കുവാൻ പോകുന്നു. 242 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് മണൽ ഖനനം കടലിൽ നടത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് പൊന്നാനി, ചാവക്കാട് തുടങ്ങിയ 5 മേഖലകളിലുകൂടി ഈ ഖനനം വ്യാപിപ്പിക്കാൻ പോവുകയാണ്. കേരളത്തിന് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്ന പാരിസ്ഥിതിക നാശം വളരെ വലുതാണ്. കൊല്ലം പരപ്പിൽ അനേകം നദികളിൽ നിന്ന് ഒഴുകിയെത്തിയിട്ടുള്ള ഏക്കൽ മണ്ണും മൂലം സംജാതമായിട്ടുള്ള സമുദ്ര ആവാസ വ്യവസ്ഥയിൽ ആണ് കടൽപ്പരപ്പിൽ ജീവിക്കുന്ന ധാരാളം മത്സ്യങ്ങൾ അവിടെ പെറ്റുവരുന്നത്. മലയാളിയുടെ ദൈനംദിന ഭക്ഷണത്തിൻ്റെ പ്രധാന അംശമായ മത്സ്യം, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യങ്ങൾ മത്തി, അയില, നത്തോലി, കൊഞ്ച് തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട മലയാളിയുടെ മത്സ്യവിഭവങ്ങളും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ പ്രദേശത്താണ്. ഇന്ത്യയിലെ തന്നെ 22 മത്സ്യസങ്കേതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊല്ലം പരപ്പ്. അവിടെ നിന്നാണ് നമ്മുടെ ഉപയോഗത്തിനാവശ്യമായ മത്സ്യം പ്രധാനമായും സംഭരിക്കപ്പെടുന്നത്. നമ്മൾ മലയാളികൾ ശരാശരി 32 കിലോ മത്സ്യം ഒരു വർഷം ഒരാൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഈ അവസ്ഥയിൽ മലയാളിയായ മനുഷ്യരുടെ പ്രധാന ഭക്ഷണ വിഭവമായ മത്സ്യലഭ്യതയിൽ വലിയ കുറവ് സംഭവിക്കും ഈ ഖനനത്തോടുകൂടി എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന ഈ കേരളത്തിലെ നേരിട്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ വലിയൊരു ഭാഗവും മത്സ്യബന്ധനത്തിനായി ആശ്രയിക്കുന്നത് ഈ കടലിനെയാണ്. 242 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തെക്കാളും അതിൻ്റെ പരിസര പ്രദേശങ്ങളെക്കാളും വലിയ ഒരു ഏരിയയാണ്. അവിടെ ഈ ഖനനം നടത്തുമ്പോൾ ഈ മണൽ ഖനനം നടത്തുന്നത് ഒരിക്കലും സമുദ്രത്തിൻ്റെ ഉപരിതല ഭാഗത്തുനിന്നല്ല. ഉപരിതല ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ഫലഭൂയിഷ്ടമായ ഏക്കൽ മണ്ണ് മുഴുവനായിട്ട് കോരി മാറ്റി ഏകദേശം 1-2
മീറ്റർ താഴെ വരെ കുഴിച്ച് അത് പൂർണ്ണമായി നീക്കം ചെയ്തതിന് ശേഷമാണ് മണൽ ഖനനം നടക്കുന്നത്. അതോടുകൂടി കടലിനകത്തുള്ള സസ്യങ്ങളുടെയും മത്സ്യജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ പൂർണ്ണമായി തന്നെ നശിപ്പിക്കും. അതിൻ്റെ ഫലം പിന്നീട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മത്സ്യവർഗ്ഗങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവും എന്നുള്ളതാണ്. 2 ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ പൂർണ്ണമായും നഷ്ടപ്പെടും. കൂടാതെ ഈ മണ്ണ് കരയിൽ കൊണ്ടുവന്ന് മാത്രമാണ് നിക്ഷേപിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ 242 സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്തെ മണ്ണ് കൊണ്ടുവന്ന് നമ്മുടെ കരയിൽ നിക്ഷേപിക്കുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ചുരുങ്ങിയ വീതി മാത്രമുള്ള ഒരു നാടാണ് കേരളം. കടലിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണ് എവിടെയാണ് നമ്മൾ നിക്ഷേപിക്കാൻ പോകുന്നത്? അത് നിക്ഷേപിക്കപ്പെടുന്നത് തീർച്ചയായും അതിനായി എടുക്കുന്ന കരയിലെ പ്രദേശങ്ങളിലാണ്. ആ പ്രദേശങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെയുള്ള കൃഷി മുഴുവനായിട്ട് ഇല്ലാതെ തീരുക, മനുഷ്യവാസം സാധ്യമല്ലാതെ തീരുക, ഇത്തരം കാര്യങ്ങൾ. ഇത് നേരത്തെ തന്നെ കോവിഡ് കാലത്ത് ബ്ലൂ എക്കോണമി അഥവാ നീല സാമ്പത്തിക വ്യവസ്ഥ എന്ന പേരിൽ ഒരു പഠനം നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു മണൽ ഖനനത്തിന് അതായത് സമുദ്ര അന്തർഭാഗത്തെ ധാതുവസ്തുക്കൾ ചൂഷണം ചെയ്യുക എന്ന നിലയിൽ എടുത്തൊരു തീരുമാനമായിരുന്നു. പക്ഷെ അത് നടപ്പാക്കാൻ തടസ്സമായി നിന്നത് 2002 ഖനന നിയമപ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ കടലിൽ നിന്ന് ഖനനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന നിയമവ്യവസ്ഥയാണ്. 2023 മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ നിന്ന് പ്രതിപക്ഷം പുറത്തുപോയ ഘട്ടത്തിൽ ആണ് ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഈ കടൽ ഖനനത്തിൽ പങ്കാളികളാവാം എന്നുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ തുടർച്ചയാണ് ഇന്ന് ഈ ആഴക്കടലിലെ മണൽ കോരിയെടുത്ത് വിൽക്കാനുള്ള ടെൻഡർ ക്ഷണിക്കുകയും ആ ടെൻഡറിന് ഫെബ്രുവരി 27-ാം തീയതി തീരുമാനമാവാൻ പോവുകയും ചെയ്തു. ഈ തീരുമാനം ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത് കൊല്ലം പരപ്പിലാണ്. അതിനെ തുടർന്ന് ഇത് ചാവക്കാട് വരെയുള്ള ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ മണൽ ഖനനം ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യമായി സംഭവിക്കാൻ പോകുന്നത് ഈ കടൽ വെള്ളത്തിലെ കടലിനടിയിലുള്ള ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ ഈ മത്സ്യങ്ങൾ മുട്ടയിട്ട് വരുന്ന ആ മണ്ണ് മുഴുവനായിട്ടും ഇല്ലാതാവുകയും കടൽ കലങ്ങുകയും മത്സ്യസമ്പത്ത് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഇല്ലാതാവുകയും ചെയ്യും. പിന്നീട് ഈ കുഴിച്ചെടുക്കുന്ന കടൽ മണ്ണ് നേരിട്ട് ഉപയോഗത്തിന് സാധ്യമല്ല. കാരണം അതിൽ ധാരാളം ഉപ്പ് കലർന്നിട്ടുണ്ട്. ഈ ഉപ്പ് കലർന്ന മണൽ കഴുകി വൃത്തിയാക്കുന്നത് ശുദ്ധജലം ഉപയോഗിച്ചാണ്. അതിനുപയോഗിക്കാൻ പോകുന്ന അഷ്ടമുടിക്കായലിലെയും അതുപോലെ കൊല്ലത്തെ പുഴകളിലെയും ജലമാണ്. ആ പ്രക്രിയ പുഴകളെയും കായലിനെയും മലിനമാക്കും. ഈ പുഴകളിലെയും കായലുകളിലെയും ആവാസ വ്യവസ്ഥ കൂടി ഇല്ലാതാവും. നമുക്കറിയാം, സുനാമി അഞ്ഞടിച്ച നാളുകളിൽ ആൻഡമാനിലെ ജലാശയങ്ങൾ മുഴുവൻ, ശുദ്ധജലം കൊണ്ടുള്ള ജലാശയങ്ങളിലേക്ക് മുഴുവൻ ഈ കടൽ വെള്ളം ഇരച്ചു കയറുകയും ആ ജലാശയങ്ങൾ പൂർണ്ണമായും മനുഷ്യോപയോഗ ശൂന്യമായി തീരുകയും ചെയ്ത കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരത്തിൽ എന്തിനാണ് ഈ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രകൃതിയെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ ജീവിതം ദുസ്സഹമായിക്കൊണ്ട് ഇത്തരത്തിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ ഒരു നടപടി ആരംഭിക്കുന്നത് എന്നുള്ളത് തികച്ചും ദുരൂഹമാണ്. അതിൽ നിന്നുള്ള വരുമാനമാണെന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിൽ നിന്നുള്ള എത്രയോ ഇരട്ടി നഷ്ടമാണ് ഈ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്നത്. ഈ എത്ര വലിയ നഷ്ടമാണ് നമ്മുടെ
ആവാസ വ്യവസ്ഥക്ക് സംഭവിക്കാൻ പോകുന്നത്. നിയന്ത്രിതമായി മണൽ ഖനനം നടത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ പോലും ആവാസ വ്യവസ്ഥ അതിൻ്റെ പഴയ ഘട്ടത്തിലേക്ക് മാറുവാൻ അനേകം വർഷങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അനിയന്ത്രിതമായിട്ട് ഈ മണൽ ഖനനം ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രകൃതി, ആവാസ വ്യവസ്ഥ എല്ലാത്തിനും അപരിഹാര്യമായ നഷ്ടമാണ് സംഭവിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രകൃതി ചൂഷണത്തിന് എന്തിനാണ് ഒരുങ്ങുന്നത്? ഇക്കാര്യം അധികാരികൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരം നടപടിയിൽ നിന്ന് പിറകോട്ട് പോകേണ്ടതുണ്ട്. ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ ആകെ ആവാസ വ്യവസ്ഥയും തകർക്കുന്ന, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന, കടലിനെയും മത്സ്യസമ്പത്തിനെയും ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതോപാധി ഇല്ലാതാക്കുന്ന ഒരു